നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രതാപ് ഭാനു ഞെക്കാട് വർക്കല സ്വദേശിയാണ്. നേച്ചർ ലൈഫ് പ്രേക്ഷകർക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒരു ചെറിയ സൂചന കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുണ്ട്. സുബേദാർ മേജർ പി ഉണ്ണി അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ശ്രീ പ്രതാപ് ഭാനുവാണെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ മാത്രമല്ല, നിരവധി രോഗികളെ പ്രകൃതി ജീവനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ നിരന്തരം ശ്രമിക്കുന്ന ഒരാളാണ് പ്രതാപ് ഭാനു. പ്രതാപ് ഭാനുവിന് നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം. ഒന്ന് വിശദമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ, എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എൻ്റെ പേര് പ്രതാപൻ ഭാനു, സ്ഥലം ഞെക്കാട് വർക്കലയാണ് സ്വദേശം. ഇപ്പം ഞാൻ ഇന്ത്യയിലെ പല ഭാഗത്തും ജോലി സംബന്ധമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു 10 വർഷമായിട്ട് പ്രകൃതി ജീവനത്തിൻ്റെ പാതയിൽ കൂടിയാണ് ജീവിച്ചു വരുന്നത്. അതിനുശേഷമാണ് എനിക്ക് കുറച്ച് ഉന്മേഷവും ഒരു ഉണർവും ഒരു എന്താ പറയുന്നത്, ഒരു ശാരീരിക ബലം സ്വയം ബോധ്യപ്പെട്ടത്. അതിൻ്റെ അനുഭവത്തിലാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നൊരു സ്വയം തോന്നൽ വന്നു. അങ്ങനെ ആദ്യം ഞാൻ കയറുന്നത്, ഞാൻ താമസിച്ചിട്ടിരുന്ന സ്ഥലത്ത് ഞാൻ അതുവരെ മരം കയറില്ല, ഒരു മരത്തിൽ കയറി ചക്ക അടത്തു. അപ്പോൾ എൻ്റെ ആത്മവിശ്വാസം ഒന്ന് വർദ്ധിച്ചു. അപ്പോൾ എൻ്റെ സുഹൃത്ത് എൻ്റെ ഒരു സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ഒരു രണ്ട് ഏക്കറോളം സ്ഥലമുണ്ടായിരുന്നു. ആ 2 ഏക്കർ സ്ഥലത്തിൽ കുറച്ച് തെങ്ങുകളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അളിയൻ്റെയിൽ ഒരു മെഷീനുണ്ട്, തെങ്ങ് കയറുന്ന മെഷീൻ ഉണ്ടായിരുന്നു. അവനോട് ഞാൻ ചോദിച്ചപ്പോൾ എടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആ മെഷീൻ വെച്ച് ഞാൻ ആദ്യമേ തെങ്ങ് കയറി ഒരു തെങ്ങിൽ ആദ്യം കയറിയപ്പോൾ എനിക്ക് ഈസി ആയിട്ട് തോന്നി. അങ്ങനെ പിന്നെ ഞാൻ അതിന് എല്ലാ തെങ്ങിലും കയറാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് ഞാൻ എൻ്റെ താമസം മാറ്റി തിരുവനന്തപുരത്തേക്കാക്കി. വൈഫും കൂടെ വന്നു, ഒപ്പം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ അടുത്ത് പാടശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയായിരുന്നു ഞാൻ താമസിച്ചത്, വാടകയ്ക്ക് താമസിക്കില്ല. എന്നിട്ട് ഞാനൊരു ചെറിയ അഡ്വർടൈസ്മെൻറ്റ് നടത്തി, എൻ്റെ നമ്പരും കൊടുത്ത്. ധാരാളം കാർഡുകൾ വന്നു. അങ്ങനെ ഇതൊരു തൊഴിലായിട്ട് ഞാനങ്ങ് സ്വീകരിക്കാൻ തുടങ്ങി, ഉപജീവന മാർഗമായിട്ട്. അപ്പോൾ ഞാൻ രാവിലെ എൻ്റെ യോഗയുമൊക്കെ ചെയ്യുമായിരുന്നു. യോഗ സ്വന്തമായിട്ടാണ് ഞാൻ യോഗ ബുക്ക് നോക്കി യോഗ പഠിച്ചതാണ്, അല്ല ഞാൻ എങ്ങും പോയി പഠിച്ചതല്ല. അപ്പോൾ യോഗയും ഒക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം എൻ്റെ ജീവിതശൈലിയിൽ ഞാൻ രാവിലെ ഈ ജ്യൂസ്, പച്ചക്കറികളുടെ എല്ലാ പച്ചക്കറികളും കൂടെ ചേർത്തിട്ടുള്ള ജ്യൂസാണ് രാവിലെ കഴിച്ചുകൊണ്ടിരുന്നത്. ജ്യൂസ് രാവിലെ അതിരാവിലെ അതാണ് എഴുന്നേറ്റ് കഴിക്കുന്നത്. അതിനുശേഷം മുളപ്പിച്ച ധാന്യങ്ങൾ, ഈ ചെറുപയർ, കപ്പലണ്ടി അങ്ങനെയൊക്കെ മുളപ്പിച്ചത് കഴിക്കും. പിന്നെ കുറച്ച് ബദാം കഴിക്കുമായിരുന്നു. ബദാം വെള്ളത്തിലിട്ട് കുതിർത്ത് അത് കഴിക്കുമായിരുന്നു. അതിനുശേഷം കുറച്ച് പഴം കഴിക്കും. അത് ഇന്ന പഴമൊന്നുമില്ല, ഏതെങ്കിലും കിട്ടുന്ന ലഭ്യത അനുസരിച്ചുള്ള പഴം കഴിക്കുമായിരുന്നു. ഇതായിരുന്നു എൻ്റെ രാവിലത്തെ ജീവിതശൈലിയുടെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ജോലിക്ക് ഇറങ്ങുന്നത് പറഞ്ഞാൽ പഴം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കേ കഴിക്കും. ഈ ഇതൊക്കെ കഴിച്ചതിന് ശേഷമാണ് ജോലിക്ക് ഇറങ്ങിയതിന് ശേഷമാണ് പഴം കഴിച്ച് എൻ്റെ ഇടവേളയ്ക്ക് ഒരു റെസ്റ്റ് എടുത്തിട്ട് പിന്നെ തുടങ്ങുന്നത്. ഏകദേശം ഒരു 12 മണി 1 മണി വരെയൊക്കെ കഴിക്കും, ജോലി ചെയ്യുമായിരുന്നു. ഈ മെഷീൻ ഉപയോഗിച്ചാണ് തെങ്ങ് കയറുന്നത്. നല്ല അധ്വാനം. അത് ചവിട്ടി തന്നെ കാരണം. അതിനകത്ത് ഈ മെഷീനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ധാരാളം നേരം, കൂടുതൽ നേരം അവിടെ നിൽക്കാൻ പറ്റും. ഒന്നത്. രണ്ടാമത് അത് കുറച്ചുകൂടെ സുരക്ഷിതം. ഈ 2 കാരണം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം അധ്വാനം അതേപോലെ തന്നെയാണ്. ചോദിച്ചോട്ടെ, ഇന്ത്യയുടെ പല ഭാഗത്തും ജോലി ചെയ്തതെന്ന് പറഞ്ഞില്ല, ആ സമയത്ത് എന്തായിരുന്നു ജോലി? ആ സമയത്ത് ഞാൻ ഹോട്ടലുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റാർ ഹോട്ടൽ ഉൾപ്പെടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു പലയിടത്തും. ബോംബെയിലുണ്ടായിരുന്നു, ഹിമാചൽ പ്രദേശിലുണ്ടായിരുന്നു, ബാംഗ്ലൂരുണ്ടായിരുന്നു, മദ്രാസിലുണ്ടായിരുന്നു. പ്രകൃതി രീതിയിൽ എങ്ങനെയാണ് അതിലേക്ക് ചാടി വീഴാനിടയായത്? പ്രകൃതി ജീവനത്തെക്കുറിച്ച് വർക്കല ഒരു പ്രകൃതി ജീവന കേന്ദ്രം ഉണ്ടായിരുന്നു. അവർക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ചില ക്ലാസ്സുകളും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് അതിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല. എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ് ഇങ്ങനെ എന്നെ രീതിയിലൊക്കെയാണ് പറഞ്ഞു കേട്ട ഒരു അറിവ് എനിക്കുണ്ടായിരുന്നു. ആ അറിവ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ പ്രകൃതിയോട് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാളാണ്. കുട്ടിക്കാലം വരെ എൻ്റെ ജീവിത രീതി ആ രീതിയിലായിരുന്നു.
അങ്ങനെ ജീവിച്ച് വരുന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനോട് ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്കുണ്ട്. വീട്ടിലെ വൈഫ് എന്ന് പറഞ്ഞല്ലോ, കുട്ടികളൊക്കെ എങ്ങനെയാണ്? രണ്ട് കുട്ടികൾ, 2 പെൺകുട്ടികളാണ്. അവരൊക്കെ മാരേജ്? അവർ ഒരാളുടെ മാരേജ് കഴിഞ്ഞു, ഒരാളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരും വൈഫും ജോലിയിലാണ്. കുട്ടികളും വൈഫും ഒക്കെ നമ്മുടെ ഈ ജീവിത രീതിയോട് എങ്ങനെയാണ്? അല്ല, അവർക്ക് ഈ ജീവിത രീതിയായിട്ട് അവരുടെ ഫുൾ സ്വാതന്ത്ര്യം വിട്ടിരിക്കുകയാണ്. അപ്പോൾ വൈഫിന് കുറേ കാലം വൈഫ് എൻ്റെ ജീവിത രീതി കണ്ട് ഞാൻ പറഞ്ഞിട്ടൊന്നും അവർക്ക് അത് ബോധ്യം വന്നില്ല. അപ്പോൾ അവർ കുറേ കഴിഞ്ഞിട്ട് സ്വയം തന്നെ എൻ്റെ ജീവിത രീതിയിൽ കുറച്ചൊന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ അവർക്ക് വിവാഹം കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഷുഗറിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അവരുടെ ഫാമിലി എല്ലാവർക്കും ഉണ്ട്. അപ്പം ഈ അസുഖം മാറിയപ്പോൾ അവർക്കൊരു ആത്മവിശ്വാസം വന്നു, ആ രീതിയിൽ തുടർന്നു. പക്ഷെ അത് തന്നെ വീണ്ടും തുടർന്നു പോകുവാൻ അവർക്ക് കഴിയാതെ വന്നു. ആവശ്യത്തിന് ചെയ്താലും മതിയല്ലോ. കഴിയാതെ വന്നപ്പോഴത്തെ ആ ഷുഗർ വീണ്ടും പഴയപടി വന്നു. ഇപ്പോൾ ഗുളികയും കഴിച്ച് നടക്കുകയാണ്. അല്ല, അവരുടെ സ്വാതന്ത്ര്യത്തിന് തീർച്ചയായിട്ടും അത് വിട്ടിരിക്കുകയാണ്. അത് കുഴപ്പമില്ല. നമ്മളുടെ ജീവിതം കൊണ്ട് പ്രകൃതി രീതിയിലേക്ക് ആളുകളെ എങ്ങനെയാണ്? ആളുകളായിട്ട് പ്രകൃതി ജീവിയിൽ ഞാൻ ആൾക്കാരുമായിട്ട് സംവേദിക്കാറുണ്ട്. പല രീതിയിലും പല സന്ദർഭങ്ങളിൽ ഞാൻ ഈ വീടുകളിലൊക്കെ പോകുമ്പോൾ അവർക്ക് അസുഖങ്ങൾ വരുമ്പോൾ ഇന്ന രീതിയിലാണ് എൻ്റെ ജീവിത രീതി ഇതാണ് എന്ന് പറയാം. അപ്പം ഞാൻ ഇത്രയും ജീവിത രീതിയിൽ പച്ചക്കറി ഞാൻ 36 വർഷം കൊണ്ട് വെജിറ്റേറിയനാണ്. അപ്പോൾ ഈ വെജിറ്റേറിയൻ കഴിച്ചും മാത്രമല്ല ഈ പ്രകൃതി ജീവൻ ആഹാരവും കഴിച്ച് എനിക്കിങ്ങനെ ഞാൻ ഈ പ്രകൃതി ജീവനം 10 വർഷത്തിന് മുമ്പ് പ്രകൃതി ജീവനം തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു ദിവസമേ വേവിച്ച ആഹാരം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു നേരം മാത്രം. വൈകുന്നേരം ഫ്രൂട്ട്സ് ആണ്, പഴങ്ങളായിരുന്നു. അപ്പോൾ മുമ്പുണ്ടായിരുന്ന തടി അങ്ങ് കുറഞ്ഞ് എനിക്ക് അങ്ങനെ വലുതായിട്ട് തടി ഇല്ലായിരുന്നെങ്കിൽ തടിയിൽ വലിയ മാറ്റം വന്നിട്ടില്ല, ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. എനർജി കുറഞ്ഞോ? എനർജി ലെവൽ കൂടി. നമ്മൾ വേവിച്ച ഭക്ഷണം കുറച്ച് ഒരു നേരം മാത്രം വേവിച്ചതാക്കി 2 നേരം 3 നേരമൊക്കെ വേവിക്കാതെ പഴങ്ങൾ പച്ചക്കറികളൊക്കെ കഴിച്ചപ്പോൾ എനർജി കൂടുകയാണോ? എനർജി കൂടുകയാണ്. അത് ഈ നമ്മുടെ ശാസ്ത്രം അല്ലെങ്കിൽ ഡോക്ടർമാർ പറയുന്നതായിട്ട് അങ്ങനെ ചേർന്നില്ലല്ലോ. അത് ഡോക്ടർമാരും ശാസ്ത്രവും പറയുന്നതെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ സ്വാധീനവും അന്താരാഷ്ട്ര ബിസിനസ് താല്പര്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് അവർക്ക് വേണ്ടി മാധ്യമങ്ങൾ ഈ പൊതുജനത്തെ പരുവപ്പെടുത്തി അവരിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ നീരുറവകൾ സമുദ്രത്തിലേക്ക് എത്തുന്നത് പോലെ ഇതുപോലെ ഉള്ള പദ്ധതികളാണ് സ്വാഭാവികമായിട്ട് ഈ കോർപ്പറേറ്റ് സംവിധാനങ്ങൾ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ പരുവപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അത് മരുന്ന് കമ്പനികൾ മാത്രമല്ല അല്ലാതെ ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നത് കോർപ്പറേറ്റുകൾ. അതിൽ ഇപ്പോൾ ഈ മരുന്ന് കമ്പനികൾ ഒരു ജീവകാരുണ്യ പ്രവർത്തനമല്ലേ ചെയ്യുന്നത്? നല്ല കാര്യമല്ലേ അവർ? മരുന്ന് കമ്പനികൾ ജീവകാരുണ്യ പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്ന രീതിയിലാണ് ഗവൺമെൻറ്റുകളും മാധ്യമങ്ങളും ജനങ്ങളിലേക്ക് കടന്നു ചെന്ന് ജനങ്ങളെ പരുവപ്പെടുത്തുന്ന ആ വഴിയിൽ കൂടെയാണ്. ഇപ്പോൾ ഈ യാഥാർത്ഥ്യത്തിൽ അങ്ങനെയല്ല. കൊറോണ വന്നപ്പോൾ തന്നെ മരുന്ന് കമ്പനികൾ ഗവേഷണം നടത്തി ഒരു വാക്സിൻ കണ്ടുപിടിച്ച് നമുക്കെല്ലാം തന്നതുകൊണ്ടല്ലേ അതിൻ്റെ അവർ ഈ വാക്സിൻ ഉണ്ടാക്കുമ്പോൾ പോലും ആ വാക്സിൻ്റെ മരുന്നിനകത്ത് കവറിങ്ങിൽ അവർ ഈ ഫാക്ട് ഷീറ്റുണ്ട്. ആ ഫാക്ട് ഷീറ്റ് പോലും വായിക്കാനുള്ള സാഹചര്യമോ സന്ദർഭമോ ആർക്കും ഇല്ല. ആരും മെനക്കെട്ടിട്ടുമില്ല. അവരതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് കോടതിയിൽ നാളൊരു കേസ് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടി ഒരു മുൻകരുതലെന്ന നിലയിലാണ് എഴുതി വെച്ചിരുന്നതാണ്. ആരും വായിക്കില്ല, അറിയത്തുമില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ സർക്കാരുകൾ നമ്മളിങ്ങനെ ഒറ്റിക്കൊടുക്കുന്നത്? സർക്കാരുകൾ ഇങ്ങനെ ഒറ്റിക്കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ നിലനിൽപ്പ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ നിന്നില്ല എങ്കിൽ അവർക്ക് ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഇന്ന് ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. എല്ലാ സർക്കാരുകളെയും മുറുകെ പിടിച്ചിരിക്കുന്നത് ഈ കോർപ്പറേറ്റുകളാണ്. അവർ പറയുന്ന രീതിയിൽ ഭരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം, മറിച്ചിടും. അത്രേ ഉള്ളൂ, മറിച്ചിടും. ഉറപ്പായിട്ടും അത് മറിച്ചിടും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആ ഒരു ഭയം അവർക്കുണ്ട്. ഇപ്പോൾ ലോകമൊട്ടാകെ ഒരു എമർജൻസി ആരോഗ്യ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് മോഡൽ ഭരണമാകുന്നു. ജനാധിപത്യം ഇല്ല, പൗരാവകാശങ്ങളില്ല. അല്ല, അതൊരു തരം ജനങ്ങളിലെ ഇത് ഭയപ്പെടുത്തുകയാണ്. ഈ ഭയമാണ് എല്ലാവർക്കും. ഈ മരണഭയമുണ്ടല്ലോ, അതൊരു വല്ലാത്ത പ്രശ്നമാണ്. ഈ മരണഭയത്തിൽ നിന്ന് മുതലെടുക്കുകയാണ് അവർ യഥാർത്ഥത്തിൽ. ഈ ജനങ്ങളിലേക്ക് മരണഭയത്തിൻ്റെ വിത്തുകൾ വിതരുക, അതവിടെ കിടന്ന് മുളച്ചോളും, വലിയ മരമാകും. കോവിഡിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറഞ്ഞ ഒരു ഏറ്റവും വലിയൊരു പല പ്രശ്നങ്ങളും നമുക്ക് അത് വിശദീകരണ വിധേയമാകുമ്പോൾ പൊള്ളയാണെന്ന് മനസ്സിലാവും. ഉദാഹരണത്തിന് മാസ്ക് എല്ലാവരും ധരിക്കണം, അത് നിർബന്ധമാക്കി. ഈ വെക്കുന്ന മാസ്ക്
അതിനകത്ത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഈ ലെൻസ് ഉണ്ടല്ലോ, ലെൻസ് വെച്ച് ആ മാസ്കിൽ നോക്കിയാൽ പോലും ചെറിയ ചെറിയ സുഷിരങ്ങൾ അതിനകത്ത് കാണാം. വൈറസിന് അല്ലല്ലേ, വൈറസ് അതിനേക്കാളും വളരെ ചെറുതാണ്. കാരണം എന്താ പറഞ്ഞാൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് അതിൽ കൂടെ നോക്കിയാൽ മാത്രമേ ഈ വൈറസുകളെ കണ്ടെത്താൻ പറ്റൂ. അത്രയ്ക്ക് സൂക്ഷ്മമാണ്. ഈ സൂക്ഷ്മമായ വൈറസ് ഈർപ്പത്തി കൂടിയാണ് കടന്നു വന്നാൽ പോലും ഈ ഈർപ്പവും കൊണ്ട് ഈ ചെറിയ സുഷിരത്തിൽ അതിനകത്തേക്ക് കടക്കാൻ കഴിയത്തില്ലേ. ഇതൊരു സാമാന്യ ബോധമാണ്. ആ സാമാന്യ ബോധം പോലും ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ചും ഞാനൊരു എടുത്തു പറയേണ്ട ഒരു വിഷയം, ഞാനൊരു യുക്തിവാദിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ യുക്തിവാദത്തിൽ വരുമ്പോൾ ഇത് ഒരു വലിയൊരു വിഷയമാണ്. കാരണം അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. ഈ മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് പരുവപ്പെടുത്തുന്ന രീതിയുണ്ട്. ആ രീതിക്കകത്താണ് അവരും ഈ രീതിക്ക് അകത്ത് കിടക്കുകയാണ്. അതൊന്ന് പുറത്ത് കറക്കാൻ അവർ കഴിയുന്നില്ല. അവർ യുക്തിയായിട്ട് കാണുന്നത് ഈ ശാസ്ത്രത്തെയാണ്, ബയോളജിക്കലായ ശരീരത്തിലേക്ക് കെമിക്കൽ ഇട്ട് കൊടുക്കുന്നതിനെയാണ്. അതാണ് അവർ പ്രചരിപ്പിക്കുന്ന ശാസ്ത്രമാണ്. അതായത് കോർപ്പറേറ്റുകൾ പ്രചരിപ്പിക്കുന്ന ശാസ്ത്രം അവർ പുറത്തേക്ക് വിടുന്ന ശാസ്ത്രം, അവർ പുറത്തേക്ക് വിടാത്ത ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രത്തെക്കുറിച്ച് ഈ യുക്തിവാദികളോ ശാസ്ത്രമോ ബോധവാന്മാരല്ല. ഈ യുക്തിവാദികൾ പോലും അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. കാരണം അത് ചകഞ്ഞു പോയി കണ്ടെത്തേണ്ടതാണ്. അതിനവർ തയ്യാറാകുന്ന മെനക്കെടുന്നില്ല. അതാകട്ടെ സ്വതന്ത്രമാണ്. അത് സ്വതന്ത്രമാണ്. കച്ചവടം ചെയ്യാൻ കഴിയുന്ന കച്ചവട വ്യാപാര താല്പര്യങ്ങൾ അതിനില്ല. വ്യാപാര താല്പര്യങ്ങൾ ഉള്ള ശാസ്ത്രം മാത്രമേ അവർ പുറത്തേക്ക് വിടുന്നുള്ളൂ. ആ ശാസ്ത്രത്തിൽ ആണ് ഇവർ പിടിച്ചിരിക്കുന്നത്. വളരെ വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ നേരിടുന്നത് വാസ്തവത്തിൽ ഈ തലതിരിഞ്ഞ ശാസ്ത്രം, അതിന് കെണിപ്പെട്ടുപോയിരിക്കുന്ന മനുഷ്യരാണ്. അല്ല, തലതിരിഞ്ഞ ശാസ്ത്രം എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ദോഷം ചെയ്യുന്ന ശാസ്ത്രം അവർ പുറത്തേക്ക് വിടില്ല. അവർക്ക് ഗുണം ചെയ്യുന്ന ശാസ്ത്രം മാത്രമേ, വ്യവസായം ചെയ്യാൻ പറ്റുന്ന ശാസ്ത്രം മാത്രമേ അവർ പുറത്തേക്ക് വിടുന്നു. നമ്മുടെ മുമ്പിലുള്ള ശാസ്ത്രം എന്ന് പറയുന്നത് അവരെ വഷളാക്കി മറച്ചു വെച്ച് അവരുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ശാസ്ത്രത്തെയാണ്. അല്ല, അവർ പുറത്തേക്ക് ജനങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രം മാത്രമേ ജനങ്ങൾക്ക് അറിയാവൂ. അത് തന്നെയാണ് യുക്തിവാദികൾക്കും അറിയാവുന്നത്. ഇതിന്റെ പുറമേ ഉണ്ട് വേറൊരു ശാസ്ത്രവും സത്യവും. ആ സത്യം തേടിപ്പോയാൽ മാത്രമേ കണ്ടെത്തുള്ളൂ. അതെ, അന്വേഷിച്ച് കണ്ടെത്തുക. അതെ, ഇപ്പോൾ പ്രകൃതിയും വാസ്തവത്തിൽ അന്വേഷിച്ച് വളരെ ബുദ്ധിമുട്ടാണ് ആദ്യം ഇതിലേക്ക് വന്നൊന്ന് കിട്ടാനായിട്ട്. വന്നാൽ തന്നെ അതൊന്ന് ശീലിച്ചെടുക്കാൻ പ്രയാസമുണ്ട്. അല്പം ത്യാഗം സഹിച്ച്, ബുദ്ധിമുട്ട് സഹിച്ച് തന്നെ അന്വേഷിച്ചാൽ ഒരാൾക്ക് കണ്ടെത്താൻ പറ്റും. അത്രയും റിസ്ക് എടുക്കാൻ ആരും തയ്യാറല്ല. കാരണം ഈ കോർപ്പറേറ്റുകൾ വ്യക്തി കേന്ദ്രീകൃതമായാലും ഈ കുടുംബ കേന്ദ്രീകൃതമായാലും സാമൂഹ്യ കേന്ദ്രീകൃതമായാലും അതിനകത്ത് സാമ്പത്തിക കേന്ദ്രീകൃതമായിട്ടുള്ള കുടുംബവും വ്യക്തിയും സാമൂഹികവും പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലത്തിനകത്തുകൂടിയാണ് എല്ലാവരുടെയും യുക്തിവാദികളായാലും ഇതിന് ഏറ്റവും നല്ല ഇതിനോട് നമുക്ക് സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിജീവനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, ലളിതമാകുക. എത്രത്തോളം ലാളിത്യം ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ അതിൽ കൂടി മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ കഴിയൂ. പ്രകൃതിയുടെ ഇപ്പോൾ വയനാട് ദുരന്തം നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ആർത്തി പിടിച്ച് കെട്ടിടങ്ങൾ കെട്ടി കോറികളുണ്ടാക്കി നിൻ്റെ ജീവിതം ലളിതമാക്കിയില്ലെങ്കിൽ പ്രകൃതി നിൻ്റെ മുതുകത്തേക്ക് നിന്നെയും കൂടെ ജീവനോടെ അടക്കം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പ്രകൃതി മാറും. അല്ല, ഈ കെട്ടിടങ്ങൾ, വൻകിട കെട്ടിടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കെട്ടിടത്തിനകത്ത് താമസിക്കുമ്പോൾ അവർ സുരക്ഷിതമല്ല യഥാർത്ഥത്തിൽ. അവർക്ക് പല അസുഖങ്ങളും അതുവഴി ഉണ്ടാകുന്നുണ്ട്. അത് അവരറിയുന്നില്ല. അത് തന്നെ അവരുടെ നാശമായിട്ടും വരുന്നുണ്ട്. വികസനത്തിന്റെ പേരിലാണ് അതായത് വലിയ വലിയ മലകൾ തുരന്ന് പാറകൾ പൊട്ടിക്കുമ്പോൾ ആ മല നിന്നിരുന്നുവെങ്കിൽ ഉണ്ടാകാവുന്ന ഗുണങ്ങൾ, മനുഷ്യന് ലഭിക്കേണ്ടിയിരുന്ന ഗുണങ്ങൾ അത് നാശോന്മുഖമായി പോകുന്നുണ്ട്. അതിന് കാരണം ഈ കോർപ്പറേറ്റ് സംവിധാനത്തിനോട് അനുകൂലമായ സാഹചര്യങ്ങൾ അവർ സൃഷ്ടിച്ചു. അത് അവരുടെ പ്രോഫിറ്റ് ഓറിയൻറ്റഡാണ്. കോർപ്പറേറ്റുകൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിലോ ബിസിനസ് ചെയ്യുന്നതിലോ എനിക്കോ എന്നെപ്പോലുള്ള ആൾക്കാർക്കോ യാതൊരു വിരോധമോ വിഷമോ ഒരിക്കലുമില്ല. അവരെ ചെയ്യേണ്ടത് തന്നെയാണ്, ചെയ്തോട്ടെ. അതിലൊരു വിഷമവും എനിക്കില്ല. പക്ഷെ അത് അവർ സപ്പോസ് അവർ ഏതെങ്കിലും ഒരു ആഹാരം ഒരു വ്യക്തിക്ക് കൊടുത്തിട്ട് അവർ കൊടുക്കുന്ന ആഹാരം ആണ് സുരക്ഷിതമെന്ന് പരസ്യം ചെയ്തും ജനങ്ങളിലേക്ക് വരുത്തി ആ ആഹാരം കഴിപ്പിച്ച് അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് അവർ തന്നെയാണ് മരുന്നുണ്ടാക്കുന്നത്. ആ രോഗങ്ങൾക്ക് മരുന്നുണ്ടാക്കുന്നവരാണ്. ഇവിടെയാണ് ഞങ്ങളുടെ പ്രശ്നം ഉദിക്കുന്നത്. അല്ലാതെ അവരുടെ ബിസിനസ് താല്പര്യങ്ങൾക്കോ ബിസിനസ് ചെയ്യുന്നതിലൂടെ ഞങ്ങൾക്ക് യാതൊരു
പ്രശ്നങ്ങളുമില്ല. പക്ഷെ അത് നമ്മളെയോ ജനങ്ങളെയോ പ്രകൃതിയോ ഭാവി തലമുറയോ നശിപ്പിക്കരുത്, അവരെ നശിപ്പിക്കരുത്. അവരെ നശിപ്പിച്ചും കൊണ്ട്, പ്രകൃതി നശിപ്പിച്ചും കൊണ്ടുള്ള അവരുടെ ബിസിനസ് താല്പര്യങ്ങളാണ് ഞങ്ങൾക്ക് പ്രധാന വിഷയമായി, എന്നെപ്പോലുള്ളവർക്ക് പ്രധാന വിഷയമായി ഞങ്ങൾ എടുക്കാം. വളരെ വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രകൃതി രീതികൾ നിങ്ങൾ വളരെ ത്യാഗം സഹിച്ച്, ബുദ്ധിമുട്ട് സഹിച്ച് തന്നെ അന്വേഷിച്ചും പരിശീലിച്ചും കണ്ടെത്തേണ്ട ഒരു കാര്യമാണെന്നുള്ളത് വളരെ വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ആയാലും വളരെ ധന്യവാദം. ധാരാളം കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ നിന്ന് ഒളിഞ്ഞിരിപ്പുണ്ട്, വിശദീകരിക്കാനുണ്ട്. പക്ഷേ സമയ ദൗർലഭ്യം കൊണ്ട് നമുക്ക് തൽക്കാലം ഇപ്പോൾ കഴിയുന്നത്ര എല്ലാവരും ഇതിനെക്കുറിച്ച് ആലോചിക്കണം, കഴിയുന്നത്ര ചർച്ച ചെയ്യണം, കഴിയുന്നത്ര ആളുകളിലേക്ക് ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കൂടെ. കാരണം പ്രകൃതി രീതികൾ ആരും വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. കരിക്കിൻ്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. ഏതെങ്കിലും ഒരു ടി വിയിൽ കരിക്ക് കുടിക്കൂ, കരിക്കിൻ്റെ പരസ്യം കാണുകയല്ല. അപ്പോൾ അതുപോലെ പഴത്തിൻ്റെ പരസ്യമോ ഒന്നും നമുക്ക്, നന്മയുടെ പച്ചവെള്ളം കുടിക്കരുതെന്നല്ലേ പറയുന്നത്. അപ്പോൾ ആരും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വരില്ല. ഇത് നിങ്ങൾ തന്നെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമൊക്കെ സഹിച്ച് അന്വേഷിച്ച് പരിശീലിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. പ്രതാപൻ ഭാനുവിന് ഇന്ന് ഈ കാര്യങ്ങളുടെ ഒരു ചിന്തയുടെ ഒരു തീപ്പൊരി നമ്മുടെ ഉള്ളിലേക്ക് ഇട്ടതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. നമസ്കാരം.